നമസ്കാരം. പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കോട്ടയം മെഡിക്കൽ കോളേജ് അപകടത്തിൽ രക്ഷാപ്രവർത്തനത്തിൽ വീഴ്ചയുണ്ടായിട്ടില്ലെന്ന് കളക്ടർ. അപകടത്തെക്കുറിച്ച് സമഗ്രമായ റിപ്പോർട്ട് ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് സമർപ്പിച്ചു. തുടർ നടപടികൾക്കുള്ള ശുപാർശ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണെന്നും കളക്ടർ. മരക്കൊമ്പ് മുറിക്കുന്നതിനിടെ പോസ്റ്റൊടിഞ്ഞു വീണ് മരിച്ച ഹോംഗാർഡ് സുരേഷിന് വിട നൽകി നാട്. കാഞ്ഞിരപ്പള്ളി അഗ്നിരക്ഷാ ഓഫീസിൽ പൊതുദർശനത്തിനെത്തിച്ച മൃതദേഹത്തിൽ നിരവധി പേർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം തുടരുന്നു. വിവിധ മേഖലകളിൽ പ്രതിഷേധ പരിപാടികൾ. ഉടൻ തടവിൽ നിന്ന് മോചിപ്പിക്കണമെന്നാവശ്യം. നരിമറ്റം ചൊവ്വൂർ ഇലവുംപാറ റോഡിന്റെ ശോച്യാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യം. സ്ത്രീകളുടെ നേതൃത്വത്തിൽ പൊളിഞ്ഞ റോഡിൽ ഞാറും വാഴയും നട്ടു. റോഡ് പുനർനിർമ്മാണം വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്നും നാട്ടുകാർ. വാർത്തകൾ വിശദമായി. കോട്ടയം മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ച് ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ. ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്കാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത്. അപകടത്തിൽ രക്ഷാപ്രവർത്തനം വൈകിയിട്ടില്ലെന്നാണ് അന്വേഷണ റിപ്പോർട്ട്. തിരുവനന്തപുരത്ത് നേരിട്ടെത്തിയാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത്. മകൾക്ക് ചികിത്സയ്ക്കായി എത്തിയ തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു കെട്ടിടം തകർന്നു വീണ് മരിച്ചത് വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. കെട്ടിടത്തിന്റെ ബലക്ഷയം സംബന്ധിച്ച് മുൻപ് ഔദ്യോഗിക റിപ്പോർട്ടുകളൊന്നും ഇല്ലായിരുന്നുവെന്ന് ജോൺ വി സാമുവൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. സമഗ്ര റിപ്പോർട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രതിഷേധം ശക്തമായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായ അപകടത്തിൽ സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് സമർപ്പിച്ചത് എന്ന് കളക്ടർ ജോൺ വി സാമുവൽ. തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വൈകിപ്പിച്ചിട്ടില്ല. അപകടം നടന്ന സ്ഥലത്തേക്ക് ഹിറ്റാച്ചി കടന്നെത്താനുണ്ടായ കാലതാമസം മാത്രമാണ് സംഭവിച്ചത്. തുടർന്ന് നടപടികൾക്കുള്ള ശുപാർശ സ്വീകരിക്കേണ്ടത് ഗവൺമെന്റാണെന്നും കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. സമഗ്രമായ അന്വേഷണ റിപ്പോർട്ടാണ് തുടക്കം മുതൽ ഒടുക്കം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് തന്നെ സമർപ്പിച്ചിട്ടുണ്ട്. ഇതിൽ ഈ എന്തെങ്കിലും രക്ഷാപ്രവർത്തനം വൈകുകയോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചായിട്ട് അതിനെക്കുറിച്ചും കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്ന് നിങ്ങളോട് ആര് പറഞ്ഞു? അങ്ങനെ റിപ്പോർട്ട് പരിശോധിച്ചാലല്ലേ നിങ്ങൾക്കറിയാൻ പറ്റുള്ളൂ. അതെ, അത് ഞാൻ റിപ്പോർട്ട് സമർപ്പിച്ച സ്ഥിതിക്ക് ഇനി ഗവൺമെൻറ്റാണ് അത് തീരുമാനിക്കേണ്ടത്. ഞാൻ പറയുന്നത് ശരിയല്ല. കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതായിരുന്നു എന്നുള്ളൊരു കണ്ടെത്തലില്ല എന്നുള്ളതാണ് സാറിൻ്റെ റിപ്പോർട്ടിലുള്ളത്. അല്ല, അത് 3 സ്റ്റഡി അതിനകത്ത് നടന്നിട്ടുണ്ട്. ആ സ്റ്റഡിയുടെ റെക്കമെൻഡേഷൻസ് ഞാൻ അതുപോലെ തന്നെ റിപ്പോർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, അവരുടെ റെക്കമെൻഡേഷൻസ് ഞാൻ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ഞാനല്ല തീരുമാനിക്കുന്നത്. അതിൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ബഹുമാനപ്പെട്ട ഗവൺമെൻറ്റാണ്. ഗവൺമെൻറ് അത് തീരുമാനിക്കും. ഈ റിപ്പോർട്ടിൽ നമ്മൾ എന്തെങ്കിലും കെട്ടിടത്തിൻ്റെ ബലക്ഷയം അല്ലെങ്കിൽ ഈ വാഹനങ്ങൾ എത്താൻ വൈകുമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതായത് ഹിറ്റാച്ചി എത്താൻ കൂടുതൽ കാലതാമസം ഉണ്ടായിരുന്നു അങ്ങനെ എന്തെങ്കിലും? ഹിറ്റാച്ചി എത്താൻ കാലതാമസം ഉണ്ടായില്ല, പക്ഷേ അതിനകത്ത് കടത്താൻ കുറച്ച് പ്രയാസപ്പെട്ടു. അത് മാത്രമേ ഉള്ളൂ. വേറെ രക്ഷാപ്രവർത്തനത്തിലൂടെയും കാലതാമസങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. ആ ഒരു തടസ്സം നീക്കി അത് കയറിയ കാലതാമസം മാത്രമേ ഉള്ളൂ. വേറെ ഞാൻ പറഞ്ഞില്ലേ, അതിനകത്ത് റിപ്പോർട്ട് ഞാൻ കൃത്യമായി സമർപ്പിച്ചിട്ടുണ്ട്. റെക്കമെൻഡേഷൻസും കൊടുത്തിട്ടുണ്ട്. അത് ഗവൺമെൻറ് ഇനി തീരുമാനിക്കും. മരക്കൊമ്പ് മുറിക്കുന്നതിനിടെ പോസ്റ്റൊടിഞ്ഞു വീണ് മരണപ്പെട്ട ഹോംഗാർഡ് KS സുരേഷിന് കാഞ്ഞിരപ്പള്ളി അഗ്നിരക്ഷാ ഓഫീസിൽ അന്ത്യാഞ്ജലി. ദുഃഖം തളംകെട്ടി നിന്ന അന്തരീക്ഷത്തിൽ ബുധനാഴ്ച രാവിലെ 11:15 മൃതദേഹം കാഞ്ഞിരപ്പള്ളിയിലെ ഓഫീസിൽ പൊതുദർശനത്തിന് വച്ചത്. സഹപ്രവർത്തകർ ദുഃഖം കടിച്ചമർത്തിയാണ് പ്രിയ കൂട്ടുകാരന് വിട നൽകിയത്. എല്ലാവർക്കും നല്ലത് മാത്രം പറയുവാനുള്ള സുരേഷിൻ്റെ അപ്രതീക്ഷിത വേർപാട് ഇവർക്ക് താങ്ങാവുന്നതിന് അപ്പുറമായിരുന്നു. ഇങ്ങനെ ഓഫീസിലേക്ക് ചേതനയറ്റ സുരേഷിൻ്റെ ശരീരമെത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല. ജനപ്രതിനിധികൾ, അഗ്നിരക്ഷ, പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങി സമൂഹത്തിൻ്റെ നാനാ തുറകളിലുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. ഗവൺമെൻറ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ്, കോട്ടയം റീജിയണൽ ഫയർ ഓഫീസർ B. അരുൺകുമാർ, കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR തങ്കപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴി, ഗ്രാമപഞ്ചായത്ത് അംഗം സുനിൽ തേനമക്കൽ, കാഞ്ഞിരപ്പള്ളി അഗ്നിരക്ഷാ ഓഫീസർ KS ഓമനക്കുട്ടൻ, കാഞ്ഞിരപ്പള്ളിയിലെ അഗ്നിരക്ഷ, പോലീസ് ഉദ്യോഗസ്ഥർ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ അഗ്നിരക്ഷാ ഓഫീസിലെത്തി സുരേഷിന് അന്തിമോപചാരം അർപ്പിച്ചു. 12 മണിയോടെ മൃതദേഹം മുണ്ടക്കയത്തെ കരിനിലത്തിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോയി.
ദൃശ്യ ന്യൂസ് കാഞ്ഞിരപ്പള്ളി. വ്യാജകുറ്റങ്ങൾ ആരോപിച്ച് ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആൾക്കൂട്ട വിചാരണ നടത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച സംഭവത്തിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐ നൈറ്റ് മാർച്ച് നടത്തി. കന്യാസ്ത്രീകളുടെ ജയിൽ മോചനം ആവശ്യപ്പെട്ടായിരുന്നു പാലായിൽ ഡിവൈഎഫ്ഐയുടെ നൈറ്റ് മാർച്ച്. കൊട്ടാരമറ്റത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കുരിശുപള്ളി ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് ചേർന്ന പ്രതിഷേധ യോഗം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് ആതിര സാബു അധ്യക്ഷയായി. CPIM പാലാ ഏരിയ സെക്രട്ടറി സജേഷ് ശശി, ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് മഹേഷ് ചന്ദ്രൻ, സെക്രട്ടറി B സുരേഷ് കുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റ് അനീഷ് ആന്ത്രയോസ്, പാലാ ബ്ലോക്ക് സെക്രട്ടറി അഡ്വക്കേറ്റ് NR വിഷ്ണു, DK അമൽ, രഞ്ജിത്ത് സന്തോഷ്, ടുബി നോബിൾ എന്നിവർ സംസാരിച്ചു. പ്രമുഖരായ നേതാക്കന്മാർ തുടങ്ങിയ പ്രമുഖ നേതാക്കൾ ഈ സമാപന യോഗത്തെ അഭിവാദം ചെയ്ത് സംസാരിക്കുന്നു. നല്ലവരായ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളെയും മതനിരപേക്ഷ വിശ്വാസികളെയും പാലാ കുരിശുപള്ളി ജംഗ്ഷനിൽ സമാപിക്കുന്ന സമാപന സമ്മേളനത്തിലേക്ക് സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. മതനിരപേക്ഷതയുടെ ജനാധിപത്യത്തിന്റെ പ്രതിരോധ ഈ 100 വർഷം കൊണ്ട് ഈ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി പ്രഖ്യാപിക്കണമെന്നാണ് RSS ഉദ്ദേശിക്കുന്നത്. RSS അങ്ങനെ ഉദ്ദേശിച്ചാൽ ഇന്ത്യയിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനും ഇന്ത്യയിലെ അവസാനത്തെ ഡിവൈഎഫ്ഐക്കാരനും പൊരുതി മരിച്ചാൽ മാത്രമേ RSSന്റെ മതരാഷ്ട്രവാദമെല്ലാം ഇവിടെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി കഴിയൂ എന്നാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കാനുള്ളത്. അത്ര എളുപ്പത്തിൽ നിങ്ങൾക്ക് ഈ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. നിങ്ങൾ ലോകത്തിന്റെ ചരിത്രം നോക്കണം. നിങ്ങളെപ്പോലെ തെരഞ്ഞെടുപ്പിന്റെ വഴികളിൽ കൂടി, ജനാധിപത്യത്തിന്റെ വഴികളിൽ കൂടിയാണ് ഹിറ്റ്ലറും മുസോളിനിയും അവരുടെ രാജ്യങ്ങളിൽ ഭരണം നടത്തിയത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഒടുവിൽ ഇതുപോലെ തീവ്ര മതദേശീയത കുത്തിവെച്ച്, വംശീയത കുത്തിവെച്ച് ആളുകൾക്കിടയിൽ ഭ്രാന്തുണ്ടാക്കി, ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്തു, ആളുകളെ കൂട്ടത്തോട് അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എന്തുണ്ടായി? എത്ര കാലം പിടിച്ചു നിൽക്കാൻ വേണ്ടി കഴിഞ്ഞു? അവർക്കെല്ലാം ഒരു 10 വർഷം കഴിയുമ്പോഴേക്കും ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുന്നിൽ അടിയറവ് പറയേണ്ടി വന്നു, ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. ഈ രാജ്യത്തെ RSSന്റെ നേതൃത്വത്തിനും ഇതുതന്നെയാണ് ഈ രാജ്യം സമ്മാനിക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നിങ്ങളിപ്പോ കുറച്ച് ഹിന്ദു വികാരമുണ്ടാക്കിയിട്ട് ആളുകളെ ഇളക്കി വിടുന്നു. ഇത് തിരിച്ചറിയാൻ കഴിയാത്ത കുറെ ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. കേരള കോൺഗ്രസ് M ഇലഞ്ഞി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇലഞ്ഞിയിൽ സായാഹ്ന സമരം നടത്തി. റെയിൽവേ ഉദ്യോഗസ്ഥരും ബജ്രംഗദൾ പ്രവർത്തകരും നടത്തിയ പ്രവർത്തനത്തെ ഒരുവിധത്തിലും അംഗീകരിക്കുവാൻ കഴിയില്ലെന്നും അവർക്കെതിരെ ക്രിമിനൽ കുറ്റത്തിന് കേസെടുക്കണമെന്നും ഇലഞ്ഞി കേരള കോൺഗ്രസ് M മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സായാഹ്ന തിരിതെളിക്കൽ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഫാദർ ഡോക്ടർ ജോൺ എർണാകുളം ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസ് M ഇലഞ്ഞി മണ്ഡലം പ്രസിഡന്റ് ജോയി കുളത്തുങ്കൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ യോഗത്തിൽ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ടോമി K തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോർജ് ചമ്പമല, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഡോജിൻ ജോൺ, മണ്ഡലം കമ്മിറ്റി നേതാക്കളായ ബെന്നി കാച്ചിറ, അപ്പച്ചൻ ഇഞ്ചിപ്പറമ്പിൽ, സാജു ഉറമ്പിപ്പാറ, ജോയി മാണി, ജെയിംസ് ആലപുരം തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെയൊരു പ്രതിഷേധ പരിപാടി ഇന്ത്യയിലുടനീളം നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കാര്യം എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ മതേതരത്വത്തിന് കളങ്കം ചേർത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് അവരവർക്ക് ഇഷ്ടപ്പെടുന്ന മതം സ്വീകരിക്കുവാനും അത് പ്രചരിപ്പിക്കുവാനും എല്ലാവർക്കും ഇന്ത്യൻ പൗരനെന്ന നിലയിൽ അവകാശമുണ്ട്. ഏത് മതത്തിൽപ്പെട്ടവർക്കും അവരുടെ മതം പ്രചരിപ്പിക്കാനും അതിൽ വിശ്വസിക്കുവാനും ഒക്കെ അവകാശമുള്ള ഒരു രാജ്യമാണിത്. മതേതരത്വം നമ്മുടെ മുഖമുദ്രയാണ്. ഒരു മതത്തിൻ്റെ പേരിൽ വിവേചനം നടത്തുവാൻ, അങ്ങനെ ഒരു കാര്യം നമ്മൾ നടത്തുകയാണെങ്കിൽ അത് ലോകത്തിൻ്റെ മുമ്പിൽ അപമാനകരമായി തീരത്തക്ക വിധത്തിലാണ് നമ്മുടെ ഭരണഘടന നമ്മളെ വിഭാവന ചെയ്തിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ,
ഭാരതത്തിൻ്റെ മുഖമുദ്രയായ ഈ മതേതരത്വത്തിന് കളങ്കം ചാർത്തുന്ന പല കാര്യങ്ങളും തീവ്രവാദത്തിൻ്റെ പേരിൽ ഇപ്പോൾ നാട്ടിൽ അരങ്ങേറുകയാണ്. ഒരാളെ മതത്തിൻ്റെ പേരിൽ കൊല ചെയ്യുക. നമുക്കറിയാം, ഗ്രഹാം സ്റ്റെയിൻസിനും കുടുംബത്തെയും കൊല ചെയ്ത നാടാണിത്. അന്ന് കൊല ചെയ്തയാള് അനുദപിച്ച് സംശയം പറഞ്ഞുകൊണ്ട് കൽത്തറങ്ങിൽ അടയ്ക്കുന്നുള്ള നടപടികൾ ബജറംഗദളിന്റെ നേതൃത്വത്തിൽ RSSന്റെ ഒത്താശയോടുകൂടി ആരെങ്കിലും നടത്തുവാൻ ശ്രമിച്ചാൽ അതിനെ ഇന്ത്യയിലെ ജനങ്ങൾ അംഗീകരിക്കില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നടങ്കം വിളിച്ചു പറയുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. എന്താണ് അവർ ചെയ്ത കുറ്റം? നമുക്കറിയാം. ഇപ്പൊ ഇതുവഴി കടന്നു പോകുന്ന KSRTC ബസ്, ഈ ബസ്സിലെ 2 സഹോദരിമാര് 4 കുഞ്ഞുങ്ങളുമായി കൂത്താട്ടുകുളത്തേക്കാകട്ടെ തൊടുപുഴയിലേക്കാകട്ടെ സഞ്ചരിക്കുവാൻ ഇടവന്നാൽ ആ ഡ്രൈവർക്ക് ആ സഹോദരിമാരിൽ സംശയമുണ്ടാകില്ല. എന്താ സംശയമുണ്ടായത്? ഈ കുട്ടികളെ കട്ടുകൊണ്ടുപോകുന്നതാണോ? ഇവരെ മതപരിവർത്തനത്തിന് വേണ്ടി കൊണ്ടുപോകുന്നതാണോ? ആ കണ്ടക്ടർക്ക് ഒരു സംശയം ഉണ്ടാകുക. അങ്ങനെ ഉണ്ടാകുന്നുവെങ്കിൽ ആ കണ്ടക്ടറായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥൻ എന്താ ചെയ്യുക? അദ്ദേഹം ആ സിസ്റ്റേഴ്സിനോട്, ആ സഹോദരന്മാരോട് ചോദിക്കണം, എന്തിനാണ് ഈ കുട്ടികളെ കൊണ്ടുപോകുന്നത്? ആ കുട്ടികൾക്ക് വയസ്സ് പൂർത്തിയായോ? അവര് പ്രായപൂർത്തിയായവരാണോ? അങ്ങനെയാണെങ്കിൽ ആ കുട്ടികളോട് ചോദിക്കണം, നിങ്ങളെ കട്ടുകൊണ്ട് തട്ടിപ്പറിച്ച് കൊണ്ടുപോകുന്നതാണോ? അതെയോ നിങ്ങളെ ജീവിക്കുവാൻ, നിങ്ങൾക്കൊരു ജോലി നൽകുവാൻ വേണ്ടി കൊണ്ടുപോവുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങളുടെ ഒരു യോഗം, പ്രതിഷേധ യോഗം ഇന്നിവിടെ സംഘടിപ്പിക്കാനുണ്ടായ സാഹചര്യം, ബജ്രംഗവാൾ അകാരണമായി ക്രിസ്ത്യൻ സമൂഹത്തിലെ 2 സിസ്റ്റേഴ്സിനെ അകാരണമായി അറസ്റ്റ് ചെയ്ത് തുറങ്കിലടച്ച ഒരു സാഹചര്യത്തിലാണ് ഇതുപോലൊരു പ്രതിഷേധ യോഗം ഇവിടെ കൂടുവാൻ കേരള കോൺഗ്രസ് പാർട്ടി നിർബന്ധിതരായത്. കേരള കോൺഗ്രസ് പാർട്ടിയെ പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ മതസൗഹാർദ്ദം വളർത്തുന്നതിന് നിർണായക പങ്ക് കേരള കോൺഗ്രസ് പാർട്ടി. ഭാരതത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിരന്തരമായി മതന്യൂനപക്ഷങ്ങൾ അകാരണമായി വേട്ടയാടപ്പെടുകയാണെന്നും ഇത്തരം ശിഥില ശക്തികൾക്കെതിരെ നിയന്ത്രണം ഏർപ്പെടുത്താൻ BJP സർക്കാർ തയ്യാറാകണമെന്നും കാത്തലിക് റിലീജിയസ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് റവറന്റ് ഡോക്ടർ തോമസ് കല്ലുകുളം. അകാരണമായി കള്ളക്കേസിൽ കുടുക്കി ഛത്തീസ്ഗഡിൽ ജയിലിലടച്ച കന്യാസ്ത്രീകളെ ഉടൻ വിട്ടയക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. കത്തോലിക്ക കോൺഗ്രസ് ചങ്ങനാശ്ശേരി ഫൊറോന സമിതിയുടെയും ഫൊറോന കൗൺസിലിന്റെയും നേതൃത്വത്തിൽ KSRTC ബസ് സ്റ്റാൻഡിന് മുൻപിൽ നടത്തിയ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഫൊറോന പ്രസിഡന്റ് കുഞ്ഞുമോൻ തൂമ്പുങ്കൽ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ലിബിൻ തുണ്ടുകളം പ്രതിഷേധ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു. കൗൺസിൽ സെക്രട്ടറി സൈബി അക്കര, സിസ്റ്റർ ബ്രിജി, സിസ്റ്റർ ലില്ലി റോസ്, സിസ്റ്റർ സോഫി റോസ്, സിസ്റ്റർ മെർലിൻ, KS ആന്റണി, ഔസേപ്പച്ചൻ ചെറുകാട്, KP മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിതം മുഴുവൻ നിസ്വാർത്ഥ സ്നേഹത്തിനും സേവനത്തിനും വേണ്ടി സമർപ്പണം നടത്തിയ പ്രിയപ്പെട്ട സമർപ്പിത സഹോദരങ്ങളെ ക്രൂരമായി പീഡിപ്പിക്കുകയും അസ്വസ്ഥപ്പെടുത്തുകയും മാനസികമായിട്ടും ശാരീരികമായിട്ടും അവരുടെ ജീവിതത്തെ അലങ്കാരപ്പെടുത്തുകയും ചെയ്യുന്ന സംഭവങ്ങളെ നമുക്കെല്ലാവർക്കും വളരെയധികം വേദനാജനകമാണ്. ക്രൈസ്തവ സന്യാസ സമൂഹത്തിലെ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചിരിക്കുന്ന ഈ സമർപ്പിത സമൂഹത്തിലുള്ള അംഗങ്ങൾ ഓരോരുത്തരും അവർക്കുള്ള എന്തെങ്കിലും ലാഭത്തിന് വേണ്ടിയിട്ടല്ല, പ്രത്യേക ഈ നാടിലുള്ള ഏറ്റവും ബലഹീനരായവരെ മുതൽ ശുശ്രൂഷിച്ച് അവരെ ശക്തിപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് വിദൂരങ്ങളായ സ്ഥലങ്ങളിൽ തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പണം നടത്തിയിട്ടുള്ളവരാണ്. എന്തെങ്കിലും ലാഭേച്ഛയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ വളരെയധികം വേദനിക്കുന്ന സഹോദരങ്ങളുടെ പക്കലേക്ക് പോകേണ്ട കാര്യമുണ്ടായിരുന്നില്ല. കഷ്ടപ്പെടുന്ന, ഒറ്റപ്പെടുന്ന, ശാരീരികവും മാനസികവുമായിട്ട് രോഗികളായി കഴിയുന്ന വ്യക്തികളുടെ പക്കല് തങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഈ സഹോദരിമാർ നടത്തുന്ന ഈ സമർപ്പണ സേവനത്തെ വളരെയധികം തെറ്റായ വിധത്തിൽ ചിത്രീകരിക്കുകയും അവരുടെ ജീവിതങ്ങളെ അസ്വസ്ഥതയിലേക്ക് നയിക്കുകയും അതുവഴിയായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നൽകിയിരിക്കുന്ന എല്ലാ അവകാശങ്ങളെയും
കാറ്റിൽ പറത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള പ്രവണതകളെ നമ്മുടെ സമൂഹത്തിന് മൂന്നിലവ് പഞ്ചായത്തിനെയും തലനാട് പഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന നരിമറ്റം ചൊവ്വൂർ ഇലവുംപാറ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് പ്രദേശത്തെ സ്ത്രീകൾ ചേർന്ന് റോഡിൽ ഞാറും വാഴയും നട്ടു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ നിർമ്മാണം നടത്താത്തതിനാലാണ് രാഷ്ട്രീയ ഭേദമില്ലാതെ ചൊവ്വൂർ പ്രദേശത്തെ സ്ത്രീകൾ പ്രതിഷേധിച്ചത്. അടിയന്തരമായി റോഡിന്റെ നിർമ്മാണം നടത്തിയില്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടാകുമെന്നും സ്ത്രീകൾ പറഞ്ഞു. നിരവധി യാത്രക്കാർ ഉപയോഗിക്കുന്ന റോഡിലൂടെയുള്ള യാത്ര ദുസ്സഹമാണ്. വാഹനങ്ങൾക്ക് പോലും സഞ്ചരിക്കുവാൻ സാധ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്ന ഈ റോഡിൽ ഞങ്ങൾ ഞാറ് നട്ട് പ്രതിഷേധിക്കുവാനാണ് ഇവിടെ ഈ ഞാറുമായി നിൽക്കുന്നത്. വളരെ വർഷങ്ങളായി ഈ ഒരു റോഡിന് വേണ്ടി അനേക സ്ഥാപനങ്ങൾ കയറിയിറങ്ങി നടക്കുകയും അതുപോലെ PWD അതുപോലെ കോട്ടയം എന്ന് വേണ്ട സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ഈ റോഡിൻ്റെ പണിയൊന്ന് പൂർത്തീകരിച്ച് കിട്ടുന്നതിന് വേണ്ടി പോകുകയുണ്ടായി. എന്നാൽ നാളിതുവരെയായിട്ടും അതിൻ്റെ ഫണ്ട് അനുവദിച്ചുവെന്ന് പറയുന്നുവെങ്കിലും ഈ സമയം വരെയും അതിൻ്റെ ഫണ്ട് ലഭിക്കുകയോ ഈ റോഡൊന്ന് നന്നാക്കുവാനോ പുതുക്കുവാനോ പോലും സാധ്യമാവുകയോ ചെയ്തിട്ടില്ല. അനേക വാഹനങ്ങൾ ഇതുവഴി കടന്നു പോകുന്ന ഇരുചക്ര വാഹനങ്ങളുണ്ട്, സ്കൂൾ പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. പലപ്പോഴും പല സംഭവങ്ങളുണ്ട്, കുഞ്ഞുങ്ങളൊക്കെ വീണെന്നും ഒക്കെ പറയുന്നുണ്ട് കുഴിക്കകത്ത്. അങ്ങനെയൊക്കെ ഉണ്ടായി പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതുവരെ ഇതിൻ്റെ പണി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ ഇവിടെ കുറേ സ്ത്രീകളായ ഞങ്ങൾ ഇതിനകത്ത് യാതൊരു രാഷ്ട്രീയ കക്ഷികളൊന്നുമില്ലാതെ, ആർക്ക് രാഷ്ട്രീയമില്ല, ഇത്രയും കാലത്തിനിടെ ജനപ്രതിനിധികൾ അറിയുവാൻ ഞങ്ങളിത് ഞാറ് നട്ടും വാഴ നട്ടും പ്രതിഷേധിക്കുകയാണ്. നരിമറ്റം മൂന്നിലവ് പഞ്ചായത്ത് തലനാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഈ റോഡ് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് വാഹന സഞ്ചാരയോഗ്യമാക്കി കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ ഈ അടുത്ത ഇലക്ഷൻ ബഹിഷ്കരിക്കുന്നതായിരിക്കും. കോണ്ടാക്ട് എടുത്ത ആൾ ഇത് യാതൊരു പണിയും ഇതിൽ ചെയ്തിട്ടില്ല. നാളെ ഇതുവരെയും അനേക വാഹനങ്ങൾ, ഇരുചക്ര വാഹനങ്ങൾ, സ്കൂൾ കുട്ടികൾ, ബസ് ഇതൊക്കെ കടന്നു പോകുന്ന ഒരു റോഡാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പ്രദേശത്തൂടി പോകുന്നത്. ഞങ്ങളുടെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കുഴിയുമായിട്ട് കിടക്കുന്നു. ഞങ്ങളുടെ ചെറു പൈതങ്ങളും മാതാപിതാക്കന്മാരും വണ്ടി വാഹനം ഓടിക്കുക കുഴി വീണ് മരിക്കാതിരിക്കാൻ ഞങ്ങളിവിടെ ഞാറ് നട്ട് വാഴ നട്ട് പ്രതിഷേധം അറിയിക്കുന്ന ദയവായി ഞങ്ങളുടെ റോഡ് നന്നാക്കി തരണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. മാലിന്യം നീക്കം ചെയ്യാനായി ഏറ്റുമാനൂർ ഗ്രാമപഞ്ചായത്തിൽ ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ട്രാക്ടർ കം ട്രെയിലർ ഉപയോഗശൂന്യമായി. പൊതുമുതൽ നശിക്കുമ്പോഴും യാതൊരു കൂസലുമില്ലാത്ത നിലപാടിലാണ് അധികൃതർ. 1000 കിലോമീറ്റർ പോലും ഓടാത്ത പുതിയ ടയറുകളോട് കൂടിയ ഈ വാഹനം ഇപ്പോൾ തുരുമ്പെടുത്ത് നശിച്ച നിലയിലാണ്. ട്രാക്ടർ ഓടിക്കാനുള്ള ഡ്രൈവറുടെ ശമ്പള ചിലവ് അധിക ബാധ്യതയായി കണ്ടാണ് പഞ്ചായത്ത് അധികൃതർ വാഹനം ഉപേക്ഷിച്ചത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇത് ഉപയോഗിച്ചത്. സാങ്കേതിക പ്രശ്നങ്ങളും വാഹനം ഉപേക്ഷിക്കുന്നതിന് കാരണമായി പറയുന്നുണ്ട്. ട്രാക്ടർ ട്രെയിലറിന്റെ RC ബുക്കും മറ്റ് അനുബന്ധ രേഖകളും ബന്ധപ്പെട്ട ഓഫീസിൽ ലഭ്യമല്ലാത്തതിനാൽ വാഹനം ലേലം ചെയ്ത് വിൽക്കുന്നതിന് തടസ്സമായി. ഇതാണ് ഈ അവസ്ഥയ്ക്ക് പ്രധാന കാരണം. ഈ വിഷയം സംബന്ധിച്ച് അക്കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു. എന്നാൽ നിലവിലെ ഏറ്റുമാനൂർ നഗരസഭാ ഭരണാധികാരികൾക്കും ഈ ട്രാക്ടറിനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ട്രാക്ടർ കം ട്രെയിലർ വാങ്ങിയവരും കൈകാര്യം ചെയ്തവരും ഉപേക്ഷിച്ചവരും അനാസ്ഥ കാട്ടിയവരും എല്ലാം ഒരുപോലെ കുറ്റക്കാരാണ്. ലക്ഷങ്ങൾ മുടക്കി വാങ്ങിയ ഒരു പൊതുമുതൽ ഒരു പ്രയോജനവുമില്ലാതെ നശിക്കുന്നത് നിരുത്തരവാദപരമായ സമീപനത്തിന്റെ തെളിവ് കൂടിയാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ഈരാറ്റുപേട്ട തീക്കോയിൽ മധ്യവയസ്കനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഒറ്റയിട്ടി കുട്ടിയാനിക്കൽ സോണിയെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. തീക്കോയി ടൗണിൽ ഉള്ള കെട്ടിടത്തിലാണ് സംഭവം. 2 ദിവസം പഴക്കമുള്ളതായി പറയുന്നു. സമീപത്തെ ഹോട്ടലിൽ ജീവനക്കാരനായിരുന്നു. ഈരാറ്റുപേട്ട പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. 75ാമത്തെ വയസ്സിലും ശ്രുതിയും താളവും തെറ്റാതെ ഒഴുകിയെത്തുന്ന കുഞ്ഞമ്പായിയുടെ ഓടക്കുഴൽ സംഗീതം ആരെയും ആസ്വാദനത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കും. 10ാം വയസ്സ് മുതൽ സ്വയം പഠിച്ചെടുത്തതാണ് കാഞ്ഞിരപ്പള്ളി സ്വദേശി കുഞ്ഞമ്പായി ഗോപാലൻ ഓടക്കുഴൽ വാദനം.
പ്രകൃതിയുടെ സംഗീതമായ ഓടക്കുഴൽ വാദനം ഈ പ്രായത്തിലും കുഞ്ഞമ്പായി ചേട്ടന് വഴങ്ങും എന്നത് അത്ഭുതപ്പെടുത്തുന്നത് തന്നെയാണ്. ചെറുപ്പം മുതൽ ഓടക്കുഴൽ വാദനം തുടങ്ങിയ കുഞ്ഞമ്പായി ചേട്ടൻ സ്വയം പഠിച്ചെടുത്തതാണ് ഇതെല്ലാം. ഒരിക്കൽ ഇദ്ദേഹത്തിൻ്റെ വായന കേട്ട തമിഴ്നാട്ടിൽ നിന്നും വന്ന ഒരു സംഗീതമറിയുന്ന കോൺട്രാക്ടർ കുറച്ചു പാഠങ്ങൾ പറഞ്ഞുകൊടുത്തതല്ലാതെ ബാക്കിയെല്ലാം തനിയെ പഠിച്ചെടുത്തതാണ്. എട്ട് വർഷത്തോളം കുടമാളൂരിലെ ഹരിയോം എന്ന നൃത്ത സംഘത്തോടൊപ്പം ഓടക്കുഴൽ വാദനത്തിന് പോയിരുന്നു. ക്ഷേത്രങ്ങളിൽ നിരവധി ഭജന സംഘത്തോടൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ MC ചാക്കോയുടെ നാടകത്തിൽ പശ്ചാത്തല സംഗീത സംഘത്തോടൊപ്പവും പ്രവർത്തിച്ചു. പ്രാദേശിക ഉത്സവാഘോഷങ്ങളിൽ ഭക്തിഗാനമേളകളിലും സജീവ സാന്നിധ്യമാണ്. കോവിഡിന് ശേഷം അല്പം ശാരീരിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പരിപാടികളിൽ നിന്നെല്ലാം വിട്ടുനിൽക്കുകയാണ്. കാഞ്ഞിരപ്പള്ളി കുരിശുപള്ളി കവലയിലാണ് വാഴേപ്പറമ്പിൽ മാളിയേക്കപ്പാലം കുഞ്ഞമ്പായി ഗോപാലൻ്റെ താമസം. ഭാര്യ തങ്കമ്മ, 3 മക്കളുണ്ട്. ചെറുപ്പം മുതലേ 8-10 വയസ്സായപ്പോൾ മുതലേ ഇങ്ങനെ കൊള്ളിൽ ഊതുമായിരുന്നു. അപ്പോൾ അന്ന് കൊള്ളിൻ്റെ ശാസ്ത്രീയ വശങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഒരു തമിഴിലെ ഒരു മേസ്ത്രി പണിക്ക് വന്ന ഒരു കോൺട്രാക്ടർ വർക്കിന് വന്ന ഒരാൾ ഞാൻ ഊതുന്ന കേട്ട് എന്നെ വന്ന് കണ്ടേച്ചും പറഞ്ഞു എന്നെ പുള്ളി കാണിച്ചു തരികയാണ് വായിക്കേണ്ട രീതികൾ. കുഴൽ ആരോഹണം അവരോഹണം ഇങ്ങനെ ചരണത്തിലേക്കൊക്കെ പ്രവേശിക്കുന്ന ശബ്ദം പ്രവേശിക്കുന്നത് കാണിച്ചു തന്നു. അങ്ങനെ ഞാൻ അവിടെ മുതൽ പാട്ടുകളൊക്കെ വായിക്കാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞ് ഇപ്പം ക്ഷേത്രങ്ങളിലൊക്കെ പോയി വായിക്കും, പിന്നെ ഉത്സവ സമയങ്ങളിൽ വായിക്കും. അത് കഴിഞ്ഞ് ആ കുടമാളൂർ ഹരിയോം നൃത്തവേദി അവരുടെ കൂട്ടത്തിൽ ഒരു 8 വർഷക്കാലം ബാലെ ട്രൂപ്പിൽ വായിക്കാൻ പോകുമായിരുന്നു. പിന്നെ പശ്ചാത്തലങ്ങളാണ് വായിക്കുന്നത്, പാട്ടുകളൊന്നുമല്ല കൂടുതലും. പിന്നെ ചില അമത്തർ നാടകങ്ങളിലുമൊക്കെ ഈ ഓണാഘോഷ പരിപാടി ഇതിനെയൊക്കെ ഉള്ള നാടകത്തിലും ഈ പശ്ചാത്തലങ്ങൾ വായിക്കാൻ പോകും. പിന്നെ നേരം കിട്ടുമ്പോഴൊക്കെ ഇരുന്ന് വായിക്കും. വേറെ പ്രത്യേകിച്ച് പ്രോഗ്രാമിനൊന്നും പോയിട്ടില്ല. ക്ഷേത്ര പരിപാടിക്കൊക്കെ പോകുമായിരുന്നു. ഭജന എവിടെയുണ്ടല്ലോ അവിടെ പോകുമായിരുന്നു. അങ്ങനെ കുറച്ച് ശാസ്ത്രീയ കാലങ്ങളിൽ കുറേ കാര്യങ്ങൾ മനസ്സിലായി. ഭജനയ്ക്ക് പാടാനൊക്കെ പോകുമായിരുന്നു. കുഞ്ഞമ്പായി ചേട്ടൻ്റെ ഓടക്കുഴൽ വിളി ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ദൃശ്യ ന്യൂസ്, കാഞ്ഞിരപ്പള്ളി. പഠനം രസകരവും ആസ്വാദികരവുമാക്കാൻ ചങ്ങനാശ്ശേരി തൃക്കുടിത്താനം ഗവൺമെന്റ് LP സ്കൂളിൽ വർണ്ണക്കൂടാരം ഒരുങ്ങി. പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 11-ന് അഡ്വക്കേറ്റ് ജോൺ മൈക്കിൾ MLA നിർവഹിക്കും.
തൃക്കുടിത്താനം ഗവൺമെൻറ് LP സ്കൂളിലെ കുരുന്നുകൾക്കിനി കണ്ടും കേട്ടും അറിഞ്ഞും വളരാം. അടിസ്ഥാന സൗകര്യ വികസനത്തോടൊപ്പം പ്രീ പ്രൈമറി വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം ഉറപ്പാക്കാൻ സമഗ്ര ശിക്ഷ കേരള സ്റ്റാർസ് പദ്ധതിയിൽ നടപ്പാക്കിയ പ്രീ സ്കൂൾ ശാക്തീകരണ പദ്ധതിയാണ് വർണ്ണക്കൂടാരം. ഹരിത ഉദ്യാനം, വിശാലമായ കളിയിടം, ശിശു സൗഹൃദ ഇരിപ്പിടങ്ങൾ, വർണ്ണാഭമായ ക്ലാസ് മുറികൾ എന്നിവയും വായനാ ഇടം, ഗണിത ഇടം, നിരീക്ഷണയിടം, പാവയിടം, വരയിടം തുടങ്ങി വിവിധ കോർണറുകളാണ് വർണ്ണക്കൂടാരം പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൽ ഒരുക്കിയിരിക്കുന്നത്. കുട്ടികളെ ആകർഷിക്കുകയും അവരുടെ അക്കാദമിക, ഭൗതിക, മാനസിക ചിന്തകൾ വികസിപ്പിക്കുകയും ചെയ്യുന്ന ചുമർ ചിത്രങ്ങൾ വർണ്ണക്കൂടാരത്തിൻ്റെ പ്രത്യേകതയാണ്. കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ശിശു സൗഹൃദ പഠന അന്തരീക്ഷം സൃഷ്ടിക്കുകയുമാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പ്രധാന അധ്യാപിക അജിതമ്മ AM പറഞ്ഞു. പ്രീ പ്രൈമറി കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി സ്റ്റാർസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൽകിയ വർണ്ണക്കൂടാരം പദ്ധതി നമ്മുടെ സ്കൂളിൽ സജ്ജമായിരിക്കുകയാണ്. കുട്ടികളുടെ നേരത്തെ കണ്ടും കേട്ടും അറിഞ്ഞിരുന്ന കാര്യങ്ങളിൽ കൂടുതലായിട്ട് കുട്ടികളെ തൊട്ടും അറിഞ്ഞും നിർമ്മിച്ചും രുചിച്ചും പരീക്ഷിച്ചും നിരീക്ഷിച്ചും അങ്ങനെ പഠിക്കുന്നതിലൂടെ കുട്ടികളുടെ പഠനം കൂടുതൽ സന്തോഷകരമാക്കുകയും അവർ ആ പഠിക്കുന്ന കാര്യങ്ങൾ കൂടുതൽ ഫലവത്താകാനും ഈ ഒരു പദ്ധതി നമുക്ക് നേടിത്തന്നിട്ടുണ്ട്. അന്നേരം കുട്ടികളുടെ ശാരീരിക, മാനസിക എല്ലാ വികാസവുമാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ 11-ന് അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA നിർവഹിക്കും. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് N രാജു കെട്ടിട ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാന സർക്കാർ പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു സുജിത്ത് ശില്പിയെ ആദരിക്കും. തൃക്കൊടിത്താനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മോളി ജോസഫ് അധ്യക്ഷയായിരിക്കും. ന്യൂസ് ബ്യൂറോ, ചങ്ങനാശ്ശേരി. വിശുദ്ധ അൽഫോൻസാമിയുടെ ജന്മഗൃഹത്തിലേക്കും കുടമാളൂർ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥാടന കേന്ദ്രത്തിലേക്കും ചങ്ങനാശ്ശേരി അതിരൂപത ചെറുപുഷ്പ മിഷൻ ലീഗിന്റെ ആഭിമുഖ്യത്തിലുള്ള 37ാമത് അൽഫോൻസ തീർത്ഥാടനം ഓഗസ്റ്റ് 2-ന് നടത്തുമെന്നും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായും ചെറുപുഷ്പ മിഷൻ ലീഗ് അതിരൂപത ഡയറക്ടർ റവറന്റ് ഡോക്ടർ വർഗീസ് പുത്തൻപുരയ്ക്കൽ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ മാമ്പറ, തീർത്ഥാടന കൺവീനർ ജോൺസൺ കാഞ്ഞിരക്കാട്ട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പ്രത്യാശയോടെ കുഞ്ഞു മിഷണറിമാർ എന്ന ആപ്തവാക്യവുമായി മിഷൻ ലീഗ് അംഗങ്ങളുടെ നേതൃത്വത്തിൽ നടത്തുന്ന തീർത്ഥാടനത്തിൽ പ്രായഭേദമന്യേ 10,000 പങ്കെടുക്കും. രാവിലെ 5:30-ന് അതിരമ്പുഴ മേഖലയുടെ തീർത്ഥാടനവും രാവിലെ 5:45-ന് പാറേൽ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ നിന്ന് ചങ്ങനാശ്ശേരി, തുരുത്തി മേഖലകളുടെ തീർത്ഥാടനവും ആരംഭിക്കും. കുടമാളൂർ മേഖലയിലെ വിവിധ ശാഖകളിൽ നിന്നുള്ള തീർത്ഥാടകർ 6:45-ന് പനമ്പാലം സെന്റ് മൈക്കിൾസ് ചാപ്പലിൽ എത്തും. കോട്ടയം CMS ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് രാവിലെ 8:45-ന് കോട്ടയം, നെടുങ്കുന്നം, മണിമല, തൃക്കൊടിത്താനം, ചെങ്ങന്നൂർ മേഖലകളുടെ തീർത്ഥാടനങ്ങളും 10:30-ന് കുറുമ്പനാടൻ മേഖലയുടെ തീർത്ഥാടനവും ആരംഭിക്കും. ആലപ്പുഴ, എടത്വ, പുളിങ്കുന്ന്, ചമ്പക്കുളം, മുഹമ്മ മേഖലകളിലെ തീർത്ഥാടകർ വിശുദ്ധ ചാവറയച്ചന്റെ കബറിടം സ്ഥിതി ചെയ്യുന്ന മാന്നാനം ആശ്രമ ദേവാലയത്തിൽ അന്നേ ദിവസം രാവിലെ 9:45-ന് എത്തിച്ചേർന്ന് മധ്യസ്ഥ പ്രാർത്ഥനയിൽ പങ്കെടുക്കും. തുടർന്ന് തീർത്ഥാടകർ കുടമാളൂരിലേക്ക് പദയാത്രയായി നീങ്ങും. അമ്പൂരി, തിരുവനന്തപുരം, കൊല്ലം, ആയൂർ മേഖലകളിൽ നിന്നുള്ള തീർത്ഥാടകരും വിവിധ സമയങ്ങളിൽ എത്തിച്ചേരും. ബോബി തോമസ്, TN സെബാസ്റ്റ്യൻ, എബിൻ ജോസഫ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കുട്ടനാടൻ മേഖലകളും ആലപ്പുഴ മുഹമ്മ മേഖലകളും മാന്നാനം ചാവറച്ചന്റെ കബറിടങ്ങൾ ഒന്നിച്ച് വളർന്നിട്ടാണെന്നാണ് പറയാനായിട്ട് ആരംഭിക്കുന്നത്. കുടമാളൂർ, അതിരമ്പുഴ മേഖലകൾ അവരുടെ ദേവാലയങ്ങളിൽ നിന്നാണ് പദയാത്രയായിട്ട് ഈ തീർത്ഥാടനത്തിന് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം
ചങ്ങനാശ്ശേരി അതിർത്തിയുടെ തെക്കൻ മേഖലകളായ അമ്പൂരി, തിരുവനന്തപുരം, കൊല്ലം മേഖലകൾ വാഹനത്തിലാണ്, മണപ്പുരം കൂടുതലായ വാഹനത്തിലാണ് കുടമാളിലേക്ക് എത്തിച്ചേരുന്നത്. തീർത്ഥാടനത്തിന് വേണ്ടി കഴിഞ്ഞ ഏതാനും നാളുകളായി, ഒരു മാസത്തിലേറെയായിട്ട് പ്രാർത്ഥിച്ചിരുന്നുണ്ട്. അതോടൊപ്പം ഓരോ മേഖലയിലും സ്വാമിയുടെ സഹായത്തോടെ പ്രയാണമുണ്ട്. അങ്ങനെ ഓരോ മനസ്സുകളിലും ഈ തീർത്ഥാടനത്തിന്റെ അരുളി എത്തിക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കോട്ടാങ്ങൽ പഞ്ചായത്ത് 3-ാം വാർഡിലെ വായ്പൂരിൽ ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഫാമിലേക്ക് കോഴികളെ എത്തിക്കാനുള്ള ശ്രമം സമരസമിതി തടഞ്ഞു. കോഴികളെ കയറ്റി വന്ന വാൻ ഗ്രാമപഞ്ചായത്ത് അംഗം ദീപ്തി ദാമോദരന്റെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. കോട്ടാങ്ങൽ ഗ്രാമപഞ്ചായത്തിന്റെ നിയമാനുസൃത ലൈസൻസ് ഇല്ലാതെയാണ് ഫാം പ്രവർത്തിക്കുന്നതെന്ന് സമിതി ആരോപിച്ചു. പ്രദേശവാസികൾക്ക് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് നാട്ടുകാർ കോട്ടാങ്ങൽ പഞ്ചായത്തിന് മുൻപിൽ പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്നു. തുടർന്ന് ഗ്രാമപഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് ഫാം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ഉടമയ്ക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ ഈ ഉത്തരവ് ലംഘിച്ചാണ് കോഴികളെ എത്തിക്കാൻ ശ്രമിച്ചത്. സ്ഥലത്ത് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. എതിർപ്പിനെ തുടർന്ന് ഏറെ നേരത്തിന് ശേഷം വാഹനം തിരികെ വിട്ടു. 750-500 കോഴി ഇടാനുള്ളതിനകത്ത് ഇപ്പം 3000 കോഴി കുഞ്ഞിനെ കൊണ്ട് ഇപ്പം വന്നിരിക്കുക. അടുത്ത ട്രിപ്പ് ശാല കഴിയുമ്പോഴത്തേക്ക് അടുത്ത് വരും ഉടനെ. അതുകൊണ്ട് മെമ്പറാണ് സംസാരിക്കുന്നത്. എനിക്ക് വിൽക്കേണ്ട ആവശ്യമില്ല. എനിക്ക് പൈസ അഹങ്കാരം കൊണ്ടാവന അല്ല ഒന്നും ചെറിയാവോ ആശ്രയി കൊണ്ടുവരുമ്പോ എത്ര കൊടുത്തു? ഞങ്ങൾക്ക് കൊടുക്കാൻ ആശ്രയി കൊടുക്കാനുണ്ടോ? ഉള്ളവർ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോ ഇല്ലാത്തവരെ ഞങ്ങൾ മുടിച്ചോട്ടെന്നാണോ? എല്ലാരും കൂടി ഇത് ഉദ്യോഗസ്ഥരെ മൊത്തം സരി ചെയ്ത് അല്ലേ ഇത് വരുമായിരുന്നു? ഈ മനുഷ്യന്റെ മുന്നിൽ ഇത്രയും ജനങ്ങളുടെ മുന്നിൽ നീ പണി കാണിക്കുവോ? ഇതൊക്കെ ഏതോ മനുഷ്യന്റെ പുറത്ത് പറഞ്ഞവനാണോ? ആഹാ, ഇത്ര നാൾ മിണ്ടിയില്ല. ഞാൻ കാരണം ചെയ്യാൻ വയ്യാഞ്ഞിട്ടല്ലേ ഞങ്ങൾ നിവൃത്തിയില്ലാത്തതുകൊണ്ട് 10-18 വയസ്സുള്ള പിള്ളേർ വരച്ചോണ്ടിരിക്കുന്നേ. ആചാരപ്പെരുമയോടെ വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ നിറയും പുത്തരിയും ആഘോഷിച്ചു. 10,000 കതിരുകളാണ് തയ്യാറാക്കിയത്. ഒരുക്കിയ കതിർക്കട്ടുകൾ വ്യാഘ്രപാദത്തറയിലെത്തിച്ച് നിശ്ചയിച്ച മുഹൂർത്തത്തിൽ മേൽശാന്തിമാരായ TD നാരായണൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ജിഷ്ണു ദാമോദർ, ജീവേഷ്, കീഴ്ശാന്തിമാരായ ഏറാഞ്ചേരി ദേവൻ, കൊളായി ശങ്കരൻ നമ്പൂതിരി, വടശ്ശേരി ഹരി, വടശ്ശേരി അനിയൻ നമ്പൂതിരി എന്നിവരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടത്തി.
നിറയും പുത്തരിക്കും ആവശ്യമായ കതിരുകൾ തമിഴ്നാട്ടിൽ നിന്നുമാണ് കൊണ്ടുവന്നത്. വൈക്കത്തപ്പൻ്റെ ശ്രീകോവിലിലും ഉപദേവതമാരുടെ ശ്രീകോവിലിലും നിറയും പുത്തരിയും സമർപ്പിച്ച ശേഷം ഭക്തർക്ക് പ്രസാദമായി നൽകി. 10,000 കതിരുകളാണ് തയ്യാറാക്കിയത്. നിറപുത്തരി നാളിൽ പുന്നെല്ലുകൊണ്ടുള്ള നിവേദ്യവും നടന്നു. നിറയും പുത്തരിയും പ്രമാണിച്ച് ക്ഷേത്രനട ഉച്ചപൂജയ്ക്ക് ശേഷം രാവിലെ 8-ന് അടച്ച് പ്രാതൽ വഴിപാടും നടത്തി. കാർഷികാഭിവൃദ്ധിക്കും കുടുംബൈശ്വര്യത്തിനുമായാണ് നിറയും പുത്തരിയും ആഘോഷിക്കുന്നത്. വൈകിട്ട് പതിവ് രീതിയിൽ നട തുറന്നു. ചടങ്ങുകൾ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണർ ശ്രീധര ശർമ്മ, അസിസ്റ്റന്റ് കമ്മീഷണർ CS പ്രവീൺകുമാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ V ഈശ്വരൻ നമ്പൂതിരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ വർഷത്തെ നിറപുത്തരി ചടങ്ങുകൾ യഥാസമയം ശുഭമുഹൂർത്തത്തിൽ മേൽശാന്തി പൂജകൾ നിർവഹിച്ച് ശ്രീലകത്ത് സ്ഥാപിച്ച് ആ ചടങ്ങ് വളരെ മംഗളകരമായി ഭഗവാന്റെ അനുഗ്രഹത്തോടുകൂടി പൂർത്തിയായിരിക്കുകയാണ്. എത്തിയിട്ടുള്ള എല്ലാ ഭക്തർക്കും പൂജിച്ച നെൽക്കതിരുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളതാണ്. മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിൽ ചടങ്ങിന് മേൽശാന്തി ജയചന്ദ്രൻ പോറ്റിയും കൂട്ടുമ്മൽ ദേവീക്ഷേത്രത്തിൽ മേൽശാന്തി ഇണ്ടംതുരുത്തിമന ഹരിഹരൻ നമ്പൂതിരിയും ഉദയനാപുരം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ മേൽശാന്തി ആഴാട് ഉമേഷ് നമ്പൂതിരിയും പെരുവ കുന്നപ്പള്ളി ഭഗവതി ക്ഷേത്രത്തിൽ മേൽശാന്തി സന്തോഷ് ആർ പോറ്റിയും വടയാർ ഇളങ്കാവ് ദേവീക്ഷേത്രത്തിൽ വിനോദ് ശാന്തിയും വൈക്കം ഇണ്ടത്തുരുത്തിൽ ദേവീക്ഷേത്രത്തിൽ മേൽശാന്തി വിഷ്ണു നമ്പൂതിരിയും ഉദയനാപുരം ചാത്തൻകുടി ദേവീക്ഷേത്രത്തിൽ മേൽശാന്തി സുധീഷ് മ്യാൽപ്പള്ളിയും കാർമ്മികരായി. ദൃശ്യ ന്യൂസ് വൈക്കം. പ്രൈം ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.